നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാലാ ഹോസ്പിറ്റലിൽ ഡോക്ടർ ജി ദയാസുധൻ MBBS MDയുടെ നേതൃത്വത്തിൽ സൈക്കാട്രിക് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പാലാ ഹോസ്പിറ്റൽ, കട്ടപ്പന. എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. Higher education oriented coaching and training programs. Admission to the academic year 2023 is in progress. Carmel CMI Public School, Puliyanmala. തുടർച്ചയായ കാട്ടാനാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ശാന്തൻപാറയിൽ CPM പ്രവർത്തകർ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകർ പോലീസിനെ മറികടന്ന് ഓഫീസ് പരിസരത്തേക്ക് തള്ളിക്കയറി. LDF സർക്കാരിനെതിരെ ജനരോഷമുയർത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായി CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. മൂന്നാർ ആറ്റുകാടിന് സമീപം പുഴയിൽ കുളിക്കാനിറങ്ങിയ വിനോദസഞ്ചാരി മുങ്ങി മരിച്ചത് ചെന്നൈ സ്വദേശി ശരവണൻ. അപകടം സംഭവിച്ചത് സുഹൃത്തും ഒരുമിച്ച് പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണവും ശേഖരണവും പാളുന്നുവെന്ന് ആക്ഷേപം. മാട്ടുക്കട്ടയിലെ തുമ്പൂർ മുഴി മോഡൽ മാലിന്യ സംസ്കരണ പ്ലാന്റും പ്രവർത്തനക്ഷമമല്ല. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മരുതംപേട്ടയിലെ പകൽ വീടിന്റെ തിണ്ണയിലും പരിസരത്തും തള്ളുന്നുവെന്ന പരാതി. കട്ടപ്പനയിൽ മൂന്നാം തവണയും നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. പുകയില ഉൽപ്പന്നങ്ങൾ ലഭിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലോഡ്ജിൽ നിന്നുൾപ്പെടെ. വിശദമായ വാർത്തകളിലേക്ക്. തുടർച്ചയായ കാട്ടാന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ശാന്തൻപാറയിൽ CPM പ്രവർത്തകർ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകർ പോലീസിനെ മറികടന്ന ഓഫീസ് പരിസരത്തേക്ക് തള്ളിക്കയറി. LDF സർക്കാരിനെതിരെ ജനരോഷമുയർത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായി CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആരോപിച്ചു. ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിലെ കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് CPM പ്രവർത്തകർ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത്. പ്രകടനം പോലീസ് തടയാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഉന്തും തള്ളുമുണ്ടായി. ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിൽ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഇവിടെ പാവപ്പെട്ട ആളുകളെ ആരെ ചവിട്ടിക്കൊല്ലുമ്പോ ആ ചവിട്ടിക്കൊല്ലുന്നതിന് ആനന്ദം കാണിക്കുന്ന ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ഇനി ഇവിടെ ഏതെങ്കിലും ഒരാളുടെ വീട് തകർത്താൽ, ഇനി ഏതെങ്കിലും ഒരു മനുഷ്യജീവൻ അപഹരിക്കേണ്ടി വന്നാൽ നിങ്ങൾ സ്വൈര്യമായി ശാന്തമ്പാറ മേഖലയോട് സഞ്ചരിക്കില്ല എന്ന് ഉറച്ച പ്രഖ്യാപിക്കുകയാണ്. പരിഹാരം ഉണ്ടാക്കിയിട്ടു. കാട്ടാന കൊലപ്പെടുത്തിയ വനംവകുപ്പ് വാച്ചർ ശക്തിവേലിന്റെ മാതാവും സമരത്തിൽ പങ്കെടുത്തു. അക്രമകാരികളായ അരിക്കൊമ്പൻ, മുറിവാലൻ, ചക്കക്കൊമ്പൻ തുടങ്ങിയ കാട്ടാനകളെ പിടികൂടി മാറ്റണമെന്നാണ് പ്രധാന ആവശ്യം. ശക്തിവേലിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന CCFന്റെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. മൂന്നാർ ആറ്റുകാടിന് സമീപം പുഴയിൽ കുളിക്കാനിറങ്ങിയ വിനോദസഞ്ചാരി മുങ്ങി മരിച്ചു. ചെന്നൈ സ്വദേശി ശരവണനാണ് മരിച്ചത്. 7 പേരാണ് മൂന്നാർ സന്ദർശിക്കാൻ എത്തിയത്. ശരവണനും മറ്റൊരു സുഹൃത്തും ഒരുമിച്ച് നടക്കാൻ പോയ ശേഷം പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണവും ശേഖരണവും പാളുന്നുവെന്ന് ആക്ഷേപം. മാട്ടുക്കട്ടയിലെ തുമ്പൂർ മുഴി മോഡൽ മാലിന്യ സംസ്കരണ പ്ലാന്റും പ്രവർത്തനക്ഷമമല്ല. ഇത് കാരണം ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മരുതംപേട്ടയിലെ പകൽ വീടിന്റെ തിണ്ണയിലും പരിസരത്തും തള്ളുന്നുവെന്നാണ് ഉയരുന്ന പരാതി. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണവും ശേഖരണവും പാളുന്നുവെന്ന് ആക്ഷേപം. പഞ്ചായത്തിലാകെ മാലിന്യ പ്രശ്നം രൂക്ഷമായതോടെയാണ് മാട്ടുക്കട്ട മാർക്കറ്റിനോട് ചേർന്ന് 4 വർഷം മുൻപ് തുമ്പൂർ മുഴി മോഡൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചത്. കഴിഞ്ഞ മഴക്കാലത്ത് ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാൻ കഴിയാതെ വന്നതോടെ ഇവ ചീഞ്ഞളിയാനും തുടർന്ന് പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കാനും നിർബന്ധിതമായി. സംസ്കരണം നിലച്ചതോടെ പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ പ്ലാന്റിന് മുന്നിൽ കിടന്ന ദുർഗന്ധം വമിക്കുകയും ചെയ്തു. പിന്നീട് ശേഖരിച്ച മാലിന്യം ചപ്പാത്ത് മരുതംപേട്ടയിലെ പകൽ വീടിനു ചുറ്റും കൊണ്ടുവന്ന തള്ളിയെന്നാണ് പരാതി. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ഇവിടെയിട്ട് കത്തിക്കുന്നതായും ആക്ഷേപമുണ്ട്. ഇത് പരിസരങ്ങളിൽ താമസിക്കുന്നവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഇതിനു വേണ്ടിയിട്ട് വാഹനമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും ഫലപ്രദമായി ഇത് നീക്കം ചെയ്യാനോ സംസ്കരിക്കാനോ കഴിയാത്ത ഒരു ദയനീയ പരാജയത്തിലാണ് നിൽപ്പ്.
അതുപോലെ തന്നെ അയ്യപ്പൻകോൽ പഞ്ചായത്തിൻ്റെ മാട്ടക്കടയിലുള്ള തുമ്പൂർ മൊഴി സംസ്കരണ പ്ലാന്റ്, അത് അവിടെ മാലിന്യം കൊണ്ട് നിറഞ്ഞ് നീക്കം ചെയ്യാത്ത അവസ്ഥയിൽ പരിസരവാസികൾക്ക് പോലും ബുദ്ധിമുട്ട് ഏറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ അധികാരികൾ അടിയന്തരമായി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ പദ്ധതി ഏതാണ്ട് അവതാളത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കാണുന്നത്. 15 ലക്ഷം രൂപ ചിലവഴിച്ച് ജില്ലാ പഞ്ചായത്താണ് 2017 പകൽ വീട് നിർമ്മിച്ചത്. പ്രവർത്തനം തുടങ്ങാനിരിക്കെ 2018 മഹാപ്രളയത്തിൽ മണ്ണിടിഞ്ഞു വീണ കെട്ടിടത്തിന് വിള്ളൽ വീണു. ഇപ്പോൾ ഇവിടം മാലിന്യമിടാനുള്ള ഇടം മാത്രമായി മാറിയെന്നാണ് പ്രദേശവാസികൾ പരാതി ഉന്നയിക്കുന്നത്. അടിയന്തരമായി പഞ്ചായത്ത് അധികൃതർ ഇവിടെയുള്ള മാലിന്യങ്ങൾ നീക്കുകയും മാലിന്യം ഇവിടെ ഇടാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. കട്ടപ്പനയിൽ 3ാം തവണയും നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലോഡ്ജിൽ നിന്നടക്കമാണ് പുകയില ഉൽപ്പന്നങ്ങൾ ലഭിച്ചത്. കട്ടപ്പനയിൽ 3ാം തവണയും നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. രാവിലെ നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. മാർക്കറ്റ് റോഡിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലോഡ്ജുകളിൽ നിന്നും ഉൾപ്പെടെയാണ് ഹാൻസ് പോലെയുള്ള നിരോധിത പുകയില വസ്തുക്കൾ കണ്ടെത്തിയത്. പെട്ടെന്ന് പിടിക്കപ്പെടാതിരിക്കുവാൻ പത്രക്കടലാസിൽ വെറ്റിലയ്ക്കുള്ളിലാണ് പാൻ മസാലകൾ ഒളിപ്പിച്ചിരുന്നത്. നിർദ്ദേശം അവഗണിച്ച് വീണ്ടും പ്രവർത്തിച്ച പാൻ മസാല കടകളും ഹെൽത്ത് ഇൻസ്പെക്ടർ ആറ്റ്ലി പി ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒഴിപ്പിച്ചു. ടൗണിൽ ഇന്ന് 3ാം ദിനമാണ് നമ്മൾ വീണ്ടും അന്യസംസ്ഥാന തൊഴിലാളികളുടെ വ്യാപാര കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നത്. ഇന്നും പതിവ് പോലെ തന്നെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് നശിപ്പിച്ചിട്ടുണ്ട്. നഗരവാസികളുടെ സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള ഇവരുടെ കൂട്ടായ ഒരു ഇടപെടൽ പ്രധാന നിരത്തുകളിലെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ നഗരസഭാ കൗൺസിൽ വളരെ ഗൗരവമായ തീരുമാനമാണ് എടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുവാനാണ് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് നഗരസഭാ കൗൺസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാർക്കറ്റിനുള്ളിൽ മത്സ്യവ്യാപാരിയുടെ പേരിലുള്ള ഗോഡൌണിൽ നിന്നും പ്ലാസ്റ്റിക് ചാക്കിൽ സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. കട്ടപ്പനയിലെ ചില വ്യാപാരികളുടെ മേൽനോട്ടത്തിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ പാൻ മസാല കച്ചവടം നടത്തുന്നതെന്ന് വ്യക്തമാകുകയും ചെയ്തു. ഇത്തരക്കാരെ കണ്ടെത്തി നിയമ നടപടികൾക്ക് വിധേയരാക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ലഹരിമരുന്നുകളുടെ ക്യാരിയർമാരായും ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സൂചന. മാർക്കറ്റിനുള്ളിൽ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ കഞ്ചാവ് വിൽപ്പന തകൃതിയായി നടക്കുന്നതായും വിവരമുണ്ട്. ജെഎച്ച്ഐമാരായ ജി സൗമ്യനാഥ്, KS അനുപ്രിയ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ജില്ലാ രൂപീകരണത്തിന്റെ 50ാം വാർഷികത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ജില്ലാ ഭരണകൂടവും ജില്ലാ സ്പോർട്സ് കൌൺസിലും സംയുക്തമായി ജില്ലയിൽ നിന്നുള്ള ഒളിമ്പ്യന്മാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് കാൽവരി മൗണ്ടിൽ കായിക പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. കായിക മുന്നേറ്റത്തിന് കരുത്ത് പകരുന്നതിനായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. സൈക്കിൾ മാരത്തൺ, കായിക പ്രകടനം, പ്രതിഭാസംഗമം, ഡോക്യുമെന്ററി പ്രകാശനം, കായിക പ്രതിഭകളെ ആദരിക്കൽ എന്നിവയായിരുന്നു സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത്. കരാട്ടെ കായിക പ്രകടനം, വുഷു ആൻഡ് ജിത് കുനോത്തോ കായിക പ്രകടനം, തായ്ക്വാൻഡോ കായിക പ്രകടനം, ജൂഡോ അക്രോമാറ്റിക് ഷോ, ബോഡി ബിൽഡിംഗ് ഷോ, ആം റെസ്ലിംഗ് കായിക പ്രകടനം എന്നിവ വിവിധ കായിക അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ നടത്തി. ഒളിമ്പ്യന്മാരും അന്തർദേശീയ ദേശീയ കായിക പ്രതിഭകളും കായികാധ്യാപകരും കായിക താരങ്ങളും ചേർന്നുള്ള പ്രതിഭാ സംഗമം അഡ്വക്കേറ്റ് A രാജ MLA ഉദ്ഘാടനം ചെയ്തു. പരിമിതികളുണ്ടായിട്ടും നിരവധി കായിക താരങ്ങൾ വളർന്നു വന്ന ജില്ലയാണ് ഇടുക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഒത്തിരിയേറെ പരിമിതികൾ ഉള്ള ഒരു ജില്ലയിൽ നിരവധിയായിട്ടുള്ള കായിക താരങ്ങളെ, ഒത്തിരി ഒളിമ്പ്യന്മാരെ സംഭാവന ചെയ്ത ഒരു ജില്ലയാണ് നമ്മുടെ ഇടുക്കി ജില്ല. അവരെ ആദരിക്കുക എന്നുള്ളത് വലിയ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ഇത് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തുന്നത് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ രജിസ്ട്രാർ. അദ്ദേഹത്തിന് വേറെ തിരക്കുകളുള്ളതുകൊണ്ടാണ് എത്താൻ ചേരാത്തത്. എന്നാൽ എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയ അവസരം എനിക്ക് ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം KL ജോസഫ് അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ ഷീബ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ഒളിമ്പ്യന്മാരായ ഷൈനി വിൽസൺ, KM ബിനു, പ്രീജ ശ്രീധരൻ, കായികാധ്യാപകരായ ദ്രോണാചാര്യ KP തോമസ്, PR രണേന്ദ്രൻ, അന്തർദേശീയ ഫുട്ബോൾ താരം MV പ്രദീപ് എന്നിവരെയും കായിക രംഗത്ത് വിവിധ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച ജില്ലയിലെ മറ്റു കായിക പ്രതിഭകളെയും സംഗമത്തിൽ ആദരിച്ചു.
ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാശിചന്ദ്രൻ, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു വിനേഷ്, മുൻ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ, സെക്രട്ടറി ഷൈൻ NP, സോണി ചുള്ളാമടം തുടങ്ങി വിവിധ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, മറ്റ് കായിക താരങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അടിമാലി വാളറയിൽ ഉടുമ്പിനെ പിടിച്ചു കറിവെച്ച കേസിൽ 4 പേർ പിടിയിൽ. അടിമാലി 5-ാം മൈൽ സെറ്റിൽമെന്റിലെ ബാബു, മജീഷ്, മനോഹരൻ, പൊന്നപ്പൻ എന്നിവരാണ് അറസ്റ്റിലായത്. മനോഹരന്റെ മകൻ മജീഷും ബാബുവും ചേർന്നാണ് ഉടുമ്പിനെ പിടിച്ചു കറിവെച്ചത്. ഇവർ മറ്റു പ്രതികളുമായി കറി പങ്കുവയ്ക്കുകയായിരുന്നു. സൂക്ഷിച്ചൊരു വീട്ടിന്റെ അടിസ്ഥാനത്തിൽ വളരെ പോലീസ് സ്റ്റാഫ് 5-ാം മൈൽ കുടിയിലെത്തി നല്ലൊരു മനോഹരൻ എന്നയാളുടെ വീട് റെയ്ഡ് ചെയ്ത് കാട്ടിറച്ചി കറി വെച്ച് ഉൾപ്പെടെ കഴിക്കുകയും അതിനോടനുബന്ധിച്ച് 3 പ്രതികൾ മൊത്തം 4 പേരും പിടിക്കുകയുണ്ടായി. ഇവരുടെ ഈ കുടികളുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ വന്യമൃഗങ്ങളെ വേട്ടയാടി ഇത് ഭക്ഷിക്കുകയാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ഈ മനോഹരൻ എന്നാണ് നേരത്തെ നമ്മൾ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കാട്ടിറച്ചി പിടികൂടിയതെന്ന് വാളറ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സിജി മുഹമ്മദ് പറഞ്ഞു. UDF സർക്കാരുകൾ കൊണ്ടുവന്ന ഭൂപ്രശ്നങ്ങളുടെ കുരുക്കുകൾ പിണറായി സർക്കാർ അഴിച്ചുമാറ്റുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. CPM കട്ടപ്പന ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി പുതിയ ബസ് സ്റ്റാൻഡിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSS നിർദ്ദേശമനുസരിച്ച് കേന്ദ്രം ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണെന്നും CV വർഗീസ് പറഞ്ഞു. ഹിന്ദി പഠിപ്പിക്കാൻ പറയുന്നത് BJP പറയുകയാണ്. ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ പഠിക്കണം. പോലീസുകാർക്ക് ഒരേ വേഷമാവണം, ഒരേ തെരഞ്ഞെടുപ്പ് നടത്തണം, ഒരേ പ്രധാനമന്ത്രിയാവണം. പ്രസിഡന്റ് സംവിധാനത്തേക്ക് വരിക, അതാണ് ഏകാധിപത്യത്തിന്റെ ഭാഗമാണ്. നമുക്കറിയാമല്ലോ, ഇന്ത്യ വൈവിധ്യങ്ങളുടെ പ്രത്യേകമായ നാടാണ്. വ്യത്യസ്തമായ ആശയങ്ങളുടെയും സംസ്കാരങ്ങളുടെ നാടാണ്. അതാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പോരാട്ടം നടത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്തമായ സമീപനം അംഗീകരിച്ചു കൊണ്ടുവന്നു. ജില്ലയിലെ മുഴുവൻ ഭൂപ്രശ്നങ്ങളും പരിഹരിച്ച് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകുകയാണ് LDF സർക്കാരിന്റെ ലക്ഷ്യം. ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ നിലപാട് സുതാര്യമാണ്. ജനവാസ കേന്ദ്രങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കി ബഫർ സോൺ വനമേഖലയിൽ മാത്രമായി നിലനിർത്തുക തന്നെ ചെയ്യും. മുൻ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ആവിഷ്കരിച്ച പദ്ധതികളുടെ 2ാം ഘട്ട ഉദ്ഘാടകൻ എന്ന ചുമതല മാത്രമാണ് ഇടുക്കി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനുള്ളതെന്നും CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് വിമർശിച്ചു. പ്രതിഷേധ യോഗത്തിൽ പാർട്ടി കട്ടപ്പന ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം സാബു തോമസ് അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സുജി, നേതാക്കളായ മാത്യു ജോർജ്, ടോമി ജോർജ്, KN വിനീഷ് കുമാർ, KP സുമോദ്, ഫൈസൽ ജാഫർ എന്നിവർ സംസാരിച്ചു. BJP ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിണറായി സർക്കാരിനെതിരെ പദയാത്ര സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ ക്യാപ്റ്റനായി നയിക്കുന്ന പദയാത്രയുടെ ഉദ്ഘാടനം OBC മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി നെല്ലിപ്പറമ്പിൽ നിർവഹിച്ചു. സ്വന്തം തെറ്റുകൾ മറച്ചുവെച്ച് കാലഹരണപ്പെട്ട കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്ന പ്രവണതയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനവിരുദ്ധ നയങ്ങൾ സ്വീകരിച്ചാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുന്നു, വിലക്കയറ്റത്തിനെതിരെയും ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്കെതിരെയും മുഖം തിരിക്കുന്നു തുടങ്ങി പിണറായി സർക്കാർ ജനദ്രോഹപരമായ ഭരണമാണ് നടത്തുന്നതെന്ന് ആരോപിച്ചാണ് BJP ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചത്. വളകോട് ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി അപ്പച്ചൻകുട്ടി മാലയിട്ട് സ്വീകരിക്കുന്നു. ഓതപാറ ബൂത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ പണിക്കൽ മാലയിട്ട് സ്വീകരിക്കുന്നു. BMS ഡ്രൈവേഴ്സ് യൂണിയന് വേണ്ടി ദേവദാസ് മാലയിട്ട് സ്വീകരിക്കുന്നു. വളകോട് വേണ്ടി രാഘവൻ ധനകാലായ ചേട്ടൻ മാലയിട്ട് സ്വീകരിക്കുന്നു. പശുപ്പാറ പദവിന് വേണ്ടി ലാസവേട്ടൻ മാലയിട്ട് സ്വീകരിക്കുന്നു. വനിതാ മോർച്ചയ്ക്ക് വേണ്ടി ശ്രീജ മോഹനൻ, പശുപ്പാറ പദവിന് വേണ്ടി മോഹനൻ മാലയിട്ട് സ്വീകരിക്കുന്നു. പശുപ്പാറ പദവിന് വേണ്ടി സാജൻ KB മാലയിട്ട് സ്വീകരിക്കുന്നു. ചേട്ടൻ മാലയിട്ട് സ്വീകരിക്കുന്നു. ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ ക്യാപ്റ്റനായുള്ള പദയാത്രയുടെ ഉദ്ഘാടനം OBC മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി നെല്ലിപ്പറമ്പിൽ നിർവഹിച്ചു. കാലഹരണപ്പെട്ട കാര്യത്തെക്കുറിച്ച് BBC-യുടെ ഡോക്യുമെന്ററി പ്രചരിപ്പിച്ച് കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തുന്ന പ്രവർത്തനം നരേന്ദ്രമോദി ഇന്ത്യയെ ലോകരാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഉയർത്തുന്നത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. കേന്ദ്ര സർക്കാർ സഹകരണ മേഖലയെ തകർക്കുന്നുവെന്നാരോപിച്ച LDF നടത്തുന്ന സായാഹ്ന ധർണകൾ സഹകരണ ബാങ്കിൽ നിന്ന് കോടികൾ സഖാക്കൾ അടിച്ചുമാറ്റുന്നത് കേന്ദ്രം എതിർക്കുന്നതുകൊണ്ടാണെന്നും അദ്ദേഹം ആരോപിച്ചു. G20 രാജ്യങ്ങളുടെ തലപ്പത്തേക്ക് നരേന്ദ്രമോദി ലോകാരാധ്യനായ നേതാവായി മാറിയപ്പോൾ
ഒരിക്കൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് ഞാനും നിങ്ങളും വിശേഷിപ്പിച്ചിരുന്ന ബ്രിട്ടീഷ് രാജ കുടുംബത്തിന് പോലും ഇന്ന് നാളെ നരേന്ദ്രമോദി വേദിയിലേക്ക് കടന്നു വരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ എഴുന്നേറ്റ് നിന്ന് അഭിവാദ്യം ചെയ്യുന്ന ആ മനോഹരമായ രംഗം ഉൾക്കൊള്ളുവാൻ ഇന്നും അടിമത്തത്തിന്റെ ചെങ്ങല പേറുന്ന കേരളത്തിലെ ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റുകാരന് സഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കാലഹരണപ്പെട്ടു പോയ ഒരു ഡോക്യുമെന്ററിയുമായി അവർ വന്നിരിക്കുന്നത്. അവരെന്തോ വലിയ കാര്യമായാണ് അത് കൊണ്ടു നടക്കുന്നത്. സമാപന സമ്മേളനം വളകോട്ടിൽ നിന്നും ആരംഭിച്ച പദയാത്ര അയ്യപ്പൻകോവിൽ മേരികുളത്ത് സമാപിച്ചു. BJP നേതാക്കളായ വി മുരളീധരൻ, MT വിജയൻ, KK രാജപ്പൻ, TK രാജു, AD അനീഷ്, ജെയിംസ് തേക്കൊമ്പൻ തുടങ്ങി നിരവധി നേതാക്കൾ പദയാത്രയുടെ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 15 വർഷക്കാലമായി യാതൊരുവിധ പരിഹാരവും കാണുന്നതിന് കഴിഞ്ഞിട്ടില്ല. ഇടക്കാല ഗവൺമെന്റായി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 5 വർഷം ഭരിച്ചപ്പോഴും ഈ സ്ഥിതിയിൽ മാറ്റമുണ്ടാക്കുവാനോ നിയമനിർമ്മാണം നടത്തുവാനോ പലർക്കും സാധിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ഇടുത്തി പോലെ വൈദ്യുതി മേഖല ഉൾപ്പെടെ രാജ്യത്തിന്റെ എല്ലാ സമ്പത്തും വിദേശ കോർപ്പറേറ്റുകൾക്ക് മോദി സർക്കാർ വിൽക്കുകയാണെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് J. ഉദയഭാനു ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയന്റെ വാർഷിക സമ്മേളനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവലിബറൽ നയങ്ങളുടെ ഭാഗമായി ദേശീയ വിഭവങ്ങൾ നാം സ്വരൂപിച്ചതെല്ലാം പൊതുമേഖലാ വ്യവസായങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ സമ്പൂർണമായി പണയപ്പെടുത്താൻ, കോർപ്പറേറ്റുകൾക്ക് പണയപ്പെടുത്താനുള്ള നടപടികൾ വേഗതയിൽ നടപ്പിലാക്കി. ഇപ്പോൾ എന്താ അവസ്ഥ? അവസാനമായി പറയുന്നത് ഇപ്പോൾ വൈദ്യുതി. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ വൈദ്യുതി എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ട്. ഒരു നിയന്ത്രിതമായ വിലയ്ക്കാണ് അത് ലഭിക്കുക. എന്നാൽ ആ വൈദ്യുതി മേഖലയിലേക്ക് കോർപ്പറേറ്റുകൾ വരാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ കർഷക ഭൂമി സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് പണയപ്പെടുത്താനെടുത്ത സമീപനമാണ് മോദി സർക്കാരും പുതിയ കാർഷിക നിയമത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചതെന്നും J. ഉദയഭാനു കൂട്ടിച്ചേർത്തു. കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതിന്റെ നിരക്ക് തീരുമാനിക്കുന്നത് ഇന്നലെ വരെ ഇന്ത്യയിലെ ഭരണാധികാരികളായിരുന്നെങ്കിൽ ഇപ്പോ അത് വിദേശ കോർപ്പറേറ്റുകളാണ് തീരുമാനിക്കുന്നത്. കട്ടപ്പന ടൗൺ ഹാളിൽ നടന്ന ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ AITUC വാർഷിക സമ്മേളനത്തിൽ പീരുമേട് MLA വാഴൂർ സോമൻ അധ്യക്ഷനായിരുന്നു. പതാക ഉയർത്തലോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. നിർമ്മാണ നിരോധനം മൂലം ഈ മേഖലയിലെ ജോലികൾ സ്തംഭനാവസ്ഥയിലായതിന് സർക്കാർ അടിയന്തരമായി പരിഹാരമുണ്ടാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. AITUC ജില്ലാ സെക്രട്ടറി P. മുത്തുപാണ്ടി, നേതാക്കളായ R. വിനോദ്, VR. ബാലകൃഷ്ണൻ, TR. ശശിധരൻ, രഘു കുന്നുംപുറം, AM. ചന്ദ്രൻ, ആശ ആന്റണി, ലീലാമ്മ വിജയപ്പൻ, KR. ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ ക്ഷേമനിധി മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൊടുപുഴ പന്നിമറ്റത്ത് നിന്ന് വെള്ളിയാമറ്റത്തേക്കുള്ള റോഡ് നാളുകളായി തകർന്നു കിടന്നിട്ടും നന്നാക്കാത്തതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലൂടെ കടന്നുപോകുന്ന റോഡാണ് കാലങ്ങളായി തകർന്നു കിടക്കുന്നത്. തൊടുപുഴ വെള്ളിയാമറ്റം പഞ്ചായത്തിന്റെ സ്ഥിരാകേന്ദ്രമായ പന്നിമറ്റത്തേക്ക് വെള്ളിയാമറ്റം, പൂച്ചപ്ര, ദേവരുപാറ, കുളമാവ്, നാടുകാണി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വേഗത്തിലെത്താവുന്ന റോഡാണ് നാളുകളായി തകർന്നു കിടക്കുന്നത്. ചെറുതും വലുതുമായ 100 കണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന ഈ റോഡിൽ ഇപ്പോൾ കാൽനട യാത്ര പോലും സാധ്യമല്ല. റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ ഇതുവഴി പോകുന്നതിന് ഓട്ടോറിക്ഷയോ മറ്റ് ടാക്സികളോ തയ്യാറാകുന്നുമില്ല. രാത്രികാലങ്ങളിൽ രോഗികളെ ഉൾപ്പെടെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് ഏറെ ബുദ്ധിമുട്ടാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. നാളുകളായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ റോഡിന്റെ ദയനീയമുഖം കണ്ട് അത് ഉണർന്നു പ്രവർത്തിച്ച് അത് വേണ്ട രീതിയിൽ ക്രമീകരിക്കുവാനുള്ള ആളുകൾ ഇവിടെ ഇല്ല എന്നുള്ളത് വളരെ ഖേദകരമായ സംഗതിയാണ്. മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകുന്ന വടക്കനാറിന് കുറുകെ ഉയരം കുറഞ്ഞ ഒരു പാലമാണുള്ളത്. കഴിഞ്ഞ മഴക്കാലത്ത് പാലത്തിന്റെ വശങ്ങളിലെ മണ്ണ് ഒലിച്ചുപോയിരുന്നു. ഇതും ഇതുവരെ നന്നാക്കിയിട്ടില്ല. തൊട്ടടുത്ത് വർഷങ്ങൾ പഴക്കമുള്ള നടപ്പാലവും അപകടാവസ്ഥയിലാണ്.
റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി എത്രയും വേഗം ഗതാഗതയോഗ്യമാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുകയാണ്. ഖത്തർ ലോകകപ്പ് 2022 എന്ന പേരിൽ അടിമാലി സ്വദേശി സോജൻ തോമസ് രചിച്ച പന്താരവം പുസ്തകത്തിന്റെ പ്രകാശനം കാൽവരിമൗണ്ടിൽ വെച്ച് നടന്നു. ഇടുക്കി ഫെസ്റ്റിനോടനുബന്ധിച്ച് നടത്തിയ പുസ്തക പ്രകാശനം ഒളിമ്പ്യന്മാരായ പ്രീജ ശ്രീധരൻ, KM ബിനു എന്നിവർ ചേർന്ന് നിർവഹിച്ചു. അടിമാലി സ്വദേശിയും സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് അസിസ്റ്റന്റ് സെയിൽ ടാക്സ് ഓഫീസറുമായ കുഴിപ്പള്ളിയിൽ സോജൻ തോമസ് ആദ്യമായി എഴുതിയ പന്താരവം എന്ന പുസ്തക പ്രകാശനമാണ് കാൽവരിമൗണ്ട് ടൂറിസം ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്നത്. ഖത്തർ ലോകകപ്പിനെ കുറിച്ച് നവമാധ്യമങ്ങളിൽ എഴുതിയ കുറിപ്പ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെയാണ് പന്താരവം പുസ്തക രൂപത്തിലിറക്കിയത്. ലോകകപ്പ് വേളയിൽ ഫേസ്ബുക്കിൽ എഴുതി വൈറലായ കുറിപ്പുകളുടെ സമാഹാരം സൈഗതം ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. ഇടുക്കി ജില്ലാ ഫെസ്റ്റിനോടനുബന്ധിച്ച് ജില്ലാ സ്പോർട്സ് കൌൺസിൽ സംഘടിപ്പിച്ച കായിക പ്രതിഭാ സംഗമ വേദിയിൽ വെച്ച ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഒളിമ്പ്യന്മാരായ പ്രീജ ശ്രീധരൻ, KM ബിനു എന്നിവർ ചേർന്ന് കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ടോമി കുന്നിലിന് ആദ്യ കോപ്പി നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമുക്കൊരു റഫറൻസ് ഗ്രന്ഥമായിട്ട് മുൻ ഇന്ത്യൻ ഫുട്ബോളർ NP പ്രദീപ് പുസ്തക പരിചയം നടത്തി. ചടങ്ങിൽ ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ, ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ്, മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം KL ജോസഫ്, ദ്രോണാചാര്യ KP തോമസ് മാഷ്, PR രണേന്ദ്രൻ, സ്പോർട്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രൻ, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു വിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കായിക ഇനങ്ങളിൽ പ്രതിഭ തെളിയിച്ച ഇടുക്കി ജില്ലയിലെ കായിക താരങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പും ജീവിതശൈലി രോഗനിർണയവും കാഴ്ച കേൾവി പരിശോധനയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ജീവിതശൈലി രോഗനിർണയവും കാഴ്ച പരിശോധനയും കേൾവി പരിശോധനയും സംഘടിപ്പിച്ചത്. കാഞ്ചിയാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്നേഹ ജോർജിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് നമുക്ക് ഇന്നിവിടെ വയോജനങ്ങളുടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കി എല്ലാ വർഷവും നടത്തിവരാറുപോലെ തന്നെ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള പഞ്ചായത്തിലെ മുഴുവൻ വയോജനങ്ങൾക്കും കാഴ്ച, കേൾവി തുടങ്ങിയ പരിശോധനകൾ നടത്തി അവർക്ക് വേണ്ട ഉപകരണങ്ങളും കൂടെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ക്യാമ്പ് നടക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് വേണ്ടി ക്യാമ്പ് നടത്തിയത്. ക്യാമ്പിൽ പരിശോധനകൾ നടത്തിയതിനു ശേഷം ഇവർക്ക് വേണ്ട ഉപകരണങ്ങളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ, ENT സർജൻ എവിൻ എബ്രഹാം, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ അനറ്റ് ആന്റണി, ഡോക്ടർ ഐശ്വര്യ, മറ്റ് ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം മർച്ചന്റ് യൂത്ത് വിംഗിന്റെയും ഫൈറ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കട്ടപ്പനയിൽ 6S ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഫെബ്രുവരി 10 മുതൽ 26 വരെയാണ് കട്ടപ്പന നഗരസഭാ സ്റ്റേഡിയത്തിൽ ഫെസ്റ്റ് നടക്കുന്നത്. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള 15 ടീമുകളും തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ടീമും ഉൾപ്പെടെ 16 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. ATS അരീന ടർഫിൽ നടന്ന ടൂർണമെന്റ് ഫെസ്റ്റ് ചെയർമാൻ KP ഹസൻ ഉദ്ഘാടനം ചെയ്തു. ലോകം മുഴുവൻ സ്തംഭിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മോചിതമായി വരുന്നതാണ്. നമ്മൾ മാസ്കിൽ നിന്ന് വരെ 100% മോചിതമായിട്ടില്ല. അപ്പോൾ ഈ വ്യാപാര മാന്ദ്യവും അതുപോലെ സ്തംഭിച്ചു കിടക്കുന്ന ഈ അവസ്ഥയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നതിനും നമ്മുടെ സംഘടനയുടെയും ജില്ലയുടെയും ഒക്കെ മോചിത ആഘോഷിക്കുന്നതിൻ്റെ എല്ലാ ഭാഗമായാണ് നമ്മൾ ഈ ഫെസ്റ്റ് നടത്തുവാൻ തീരുമാനിച്ചത്. ആ ഫെസ്റ്റ് ഫെബ്രുവരി 10 മുതൽ 26 ദിവസം, 26-ാം തീയതി വരെ 16 ദിവസം ഇടുക്കി ജില്ലയുടെ സ്ഥിരാകേന്ദ്രമായ കട്ടപ്പനയ്ക്ക് ഞാൻ വിശദീകരണ നൽകിക്കൊണ്ട് ഫൈറ്റേഴ്സ് ക്ലബ് പ്രസിഡന്റ് MG ഗോപേഷ് അധ്യക്ഷനായിരുന്നു. ഫെസ്റ്റ് ജനറൽ കൺവീനർ സിജോ മോൻജോസ്, CPM ലോക്കൽ സെക്രട്ടറി VR സജി, മർച്ചന്റ് യൂത്ത് വിംഗ് ഭാരവാഹികളായ അജിത് സുകുമാരൻ, ഷിയാസ് AK, സഫറുള്ള ഖാൻ, ഫൈസൽ ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറ വളകോട് SNDP ശാഖയുടെയും കുടുംബയോഗത്തിന്റെയും സംയുക്ത വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ വളകോട് SNDP ശാഖയുടെ കുടുംബയോഗ വാർഷികം മത്തായിപ്പാറ SNDP പ്രാർത്ഥനാ ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. അതിന്റെ യഥാർത്ഥ ആത്മീയതയും
യഥാർത്ഥ ആചാരങ്ങൾ പഠിച്ച് വലിയ പണച്ചെലവില്ലാതെ ബൂത്തില്ലാതെ തെറ്റിദ്ധാരണകൾക്ക് പുറകെ സഞ്ചരിക്കാതെ ശരിയായ ധാരണയിൽ സഞ്ചരിക്കാനുള്ള ഒരറിവ് നമ്മൾ സമ്പാദിക്കുക എന്ന് മാത്രമേ അതിനകത്തൊരു. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. യൂണിയൻ കൗൺസിലർ PR രതീഷ്, ശാഖാ പ്രസിഡന്റ് K രമണൻ, MN സന്തോഷ്, ബാബുക്കുട്ടൻ, അശ്വതി നിതിൻ, പ്രിയ രതീഷ്, ആര്യ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന സെന്റ് പോൾസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിലെ തിരുനാളിന്റെ ഭാഗമായി റാസ് നടന്നു. ജനുവരി 22 മുതൽ 29 വരെയാണ് തിരുനാൾ സംഘടിപ്പിച്ചത്. ഇടവക വികാരി ഫാദർ അനിൽ ഈപ്പൻ പുത്തൻപറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന തിരുനാൾ റാസിയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന സർക്കാർ പദ്ധതി പ്രകാരം ഇടുക്കിയിലും കർഷകർ പാടശേഖരങ്ങളെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇതോടൊപ്പം രാഷ്ട്രീയം മറന്ന് ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പാട്ടത്തിനെടുത്ത് നടത്തിയ കൃഷിയും നൂറുമേനി വിളഞ്ഞു. ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരമായ മുട്ടുകാട്ടിലാണ് ജനപ്രതിനിധികൾ ഒന്നിച്ചു നിന്ന് കൃഷി ഇറക്കിയത്. ഇടുക്കി ജില്ലയുടെ കുടിയേറ്റകാലം മുതൽ ഭക്ഷ്യക്ഷാമത്തെ മറികടക്കാൻ ഏറ്റവും കൂടുതലായി കൃഷി ഇറക്കിയിരുന്നത് നെല്ലും കപ്പയുമായിരുന്നു. എന്നാൽ ഇവ രണ്ടും ഇന്ന് മലയോരത്തിന്റെ മണ്ണിൽ നിന്നും അന്യം നിന്നു വരുന്ന സാഹചര്യമാണ്. നെൽകൃഷി പാടെ പടിയിറങ്ങുമ്പോഴും പ്രതിസന്ധികളെ മറികടന്ന് കൃഷി മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ഇടുക്കി ബൈസൺവാലി പഞ്ചായത്തിലെ മുട്ടുകാട്ടിലുള്ള കർഷകർ. സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും പാടത്തേക്കെന്ന പദ്ധതിയും ഇവിടെ നടപ്പാക്കുമ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയും മാതൃകാപരമായ ഇടപെടലാണ് നടത്തിയത്. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളെല്ലാവരും ചേർന്ന് മുട്ടുകാട് പാടശേഖരത്തിൽ കൃഷി ഇറക്കി. നെല്ലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പദ്ധതികളും എല്ലാ വർഷങ്ങളും നടപ്പിലാക്കുന്നത് പോലെ തന്നെ ഈ വർഷക്കാലവും നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അതൊരു നമ്മുടെ 13 വാർഡിൽ നിന്നുള്ള മെമ്പർമാരെ ഉൾപ്പെടുത്തി എല്ലാവരോടും ചേർന്നുകൊണ്ടാണ് മുട്ടുകാട് പാടശേഖരത്തിൽ ഏകദേശം 1 ഏക്കറോളം വരുന്ന നെൽകൃഷി നടത്തിയത്. അതിന്റെ വിളവെടുപ്പാണ് ഇന്ന് നമ്മൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. നൂറുമേനി വിളവാണ് ഇവർക്ക് ലഭിച്ചത്. വിളഞ്ഞ കതിരുകൾ കൊയ്തെടുത്തതും അംഗങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ. ഇത്തവണ 1 ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലം പാട്ടത്തിനെടുത്ത് നെൽകൃഷി വിപുലീകരിക്കാനും ഒപ്പം പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷികൾ ആരംഭിക്കുന്നതിനുമാണ് ഇവരുടെ തീരുമാനം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി.
HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാലാ ഹോസ്പിറ്റലിൽ ഡോക്ടർ ജി ദയാസുധൻ MBBS MDയുടെ നേതൃത്വത്തിൽ സൈക്കാട്രിക് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പാലാ ഹോസ്പിറ്റൽ, കട്ടപ്പന. എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. Higher education oriented coaching and training programs. Admission to the academic year 2023 is in progress. Carmel CMI Public School, Puliyanmala. തുടർച്ചയായ കാട്ടാനാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ശാന്തൻപാറയിൽ CPM പ്രവർത്തകർ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകർ പോലീസിനെ മറികടന്ന് ഓഫീസ് പരിസരത്തേക്ക് തള്ളിക്കയറി. LDF സർക്കാരിനെതിരെ ജനരോഷമുയർത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായി CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. മൂന്നാർ ആറ്റുകാടിന് സമീപം പുഴയിൽ കുളിക്കാനിറങ്ങിയ വിനോദസഞ്ചാരി മുങ്ങി മരിച്ചത് ചെന്നൈ സ്വദേശി ശരവണൻ. അപകടം സംഭവിച്ചത് സുഹൃത്തും ഒരുമിച്ച് പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണവും ശേഖരണവും പാളുന്നുവെന്ന ആക്ഷേപം. മാട്ടുക്കട്ടയിലെ തുമ്പൂർ മുഴി മോഡൽ മാലിന്യ സംസ്കരണ പ്ലാന്റും പ്രവർത്തനക്ഷമമല്ല. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മരുതംപേട്ടയിലെ പകൽ വീടിന്റെ തിണ്ണയിലും പരിസരത്തും തള്ളുന്നുവെന്ന പരാതി. കട്ടപ്പനയിൽ മൂന്നാം തവണയും നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. പുകയില ഉൽപ്പന്നങ്ങൾ ലഭിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലോഡ്ജിൽ നിന്നുൾപ്പെടെ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.